ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. പുറത്തുനിന്ന് റെഡിമെയ്ഡ് മസാല പൗഡറൊന്നും വാങ്ങാതെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റായി തന്തൂരി മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കാം. ഈ മസാല പൗഡർ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി തന്തൂരി ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോം മെയ്ഡ് തന്തൂരി മസാല പൗഡറും അത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കനുമാണ്. തന്തൂരി മസാല പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 1/2 കപ്പ് മല്ലി, 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇവ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക്, 4 കഷ്ണം പട്ട, 15 ഏലക്ക, കറുത്ത ഏലക്ക 5 എണ്ണം, 20 ഗ്രാമ്പൂ, ജാതിപത്രി 3 എണ്ണം, 6 ഉണക്കമുളക്, ഒരു ചെറിയ പീസ് കായം ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി കടായിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, സ്റ്റോൺ ഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് 2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരികളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഡ്രൈഡ് മാംഗോ പൗഡർ, 2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, കാശ്മീരി ചില്ലി പൗഡർ 1/4 കപ്പ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ഹോം മെയ്ഡ് തന്തൂരി മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടാവാതിരിക്കും. മസാലപ്പൊടി ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ തീരെ വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം. ബോട്ടിൽ നനവുണ്ടായാൽ മസാല പൗഡറിൽ പെട്ടെന്ന് ഫംഗസ് വരും. ഇനി നമുക്ക് ഈ മസാലപ്പൊടി കൊണ്ട് തന്തൂരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അധികം വെള്ളമില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 3 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് തന്തൂരി മസാല പൗഡർ, ഓയിൽ 1/2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ ഇതുപോലുള്ള 4 വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനിൽ മസാല നന്നായി പിടിക്കുന്നതിന് വേണ്ടി ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കണം. ചിക്കന് നല്ല കളറ് വേണമെങ്കിൽ 2-3 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ചിക്കനിൽ മസാല നന്നായി പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് മസാല പിടിക്കും. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമുക്കിതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.